തേങ്ങാക്കൊത്തിന്റെ ഇംഗ്ലീഷ് എന്നാ അറിയില്ലല്ലോ. എനിക്കും അറിയില്ല. ഞാൻ വൈകുന്നേരം ആകുമ്പോൾ മടിച്ചാട്ടോ പാത്രം കഴുകാനേ. പൊടികൾ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെൽത്തി ആയിട്ടുള്ള പൊടി, അരിപ്പൊടിയല്ല, ഗോതമ്പ് പൊടിയല്ല, മൈദയല്ല, റാഗിപ്പൊടിയാ. എന്നാ പിന്നെ കുഴപ്പമില്ല. 2 ദിവസം അടുപ്പിച്ച് കഴിക്കാൻ പാടില്ല. ഇടയ്ക്കൊക്കെ ഒരു ദിവസം കഴിച്ചെന്നോർത്ത് കുഴപ്പമില്ല. ആദ്യമായിട്ടാ ഞങ്ങൾ ചെയ്യണത്. എന്തായാലും നല്ലതായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ചെയ്തത്. നല്ലാണോ? ഇപ്പം നാടൻ ഏത്തപ്പഴം നല്ല പഴുത്തതാ. അതുകൊണ്ട് ഒരു ചെറിയൊരു ഐറ്റം തയ്യാറാക്കും. ആദ്യമായിട്ട് തയ്യാറാക്കണത് കേട്ടോ. അതുകൊണ്ട് ഒരു പഴം എടുത്തിട്ടുണ്ട്. അതിനുള്ള പൊടിയെ ചേർക്കണുള്ളൂ. എന്നാന്ന് എനിക്ക് പിടികിട്ടിയിട്ടില്ല. പിടി കിട്ടണ്ട, നമുക്ക് ചെയ്യുമ്പോൾ നോക്കാം എന്നാന്ന്. അത് നമുക്ക് ഈ പഴം ഒന്ന് വഴറ്റണം നെയ്യിലേ. അപ്പം നല്ലതായിരിക്കുമല്ലോ. അപ്പൊ സംഗതി ഉഗ്രനായിരിക്കും എന്ന് വിചാരിക്കാം അല്ലേ. ഞാനതുകൊണ്ട് പരീക്ഷണാർത്ഥമായതുകൊണ്ടേ കുറച്ച് പൊടിയിട്ടൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ. ഏതായാലും ആവിയിൽ വേവിക്കുക. വിചാരങ്ങളൊന്നും തെറ്റാറില്ല. സാധാരണ തെറ്റിയിട്ടില്ല അല്ലേ. ഇപ്പൊ മനുഷ്യാവസ്ഥയല്ലേ. ഇതേ പൊടിഞ്ഞു പോന്ന ഇച്ചിരി നെയ്യ് ചേർത്ത് കേട്ടോ. അതെ, നെയ്യാണ് ഇതിന്റെ താരം എന്ന് വിചാരിച്ച് അധികം ആവരുത്. ഇത് വഴന്നു വരാനുള്ള നെയ്യ് മാത്രം കേട്ടോ. അപ്പൊ ഇതിന്റെ കൂടെ വേറൊരു സംഭവം ചേർക്കണുണ്ട്. ഇത് മാത്രമല്ല, എടുത്ത് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, കാണിച്ചു തരാം. ഇതേ ഇവനുണ്ട് ഇച്ചിരി തേങ്ങാക്കൊത്ത്. കനം കുറച്ച് അരിഞ്ഞേക്കണത് കേട്ടോ. തേങ്ങാക്കൊത്തിന്റെ ഇംഗ്ലീഷ് എന്നാ അറിയില്ലല്ലോ. എനിക്കും അറിയില്ല. അറിയാവുന്നവര് കമന്റിൽ പറയുക അല്ലേ. ഒരുപാട് പേർക്ക് അറിയാൻ പറ്റും. പെട്ടെന്ന് ആലോചിക്കുമ്പോ കിട്ടണില്ല എന്നുള്ളൂ. കോക്കനട്ട് വെച്ച് എന്തെങ്കിലും ആയിരിക്കും പേര്. കോക്കനട്ട് പീസസ്ന്നോ കോക്കനട്ട് പീസ്ന്നോ ആയിരിക്കും, അറിയില്ല. കോക്കനട്ട് പീസ്ന്നോ എനിക്കറിയില്ല. എന്നാണെങ്കിലും അറിയാവുന്നവര് കമന്റ് ഇട്ട് അറിയിച്ചു തരിക അല്ലേ. ഇത് ശർക്കര ഉരുക്കി വെച്ചേക്കണ കേട്ടോ. അതെ, ഞാൻ കുറച്ച് മധുരം ചേർക്കണോളൂ. ഓൾറെഡി ഇതിൽ മധുരം ഉണ്ട്. കുറച്ച് മധുരം നമ്മൾ ആഡ് ചെയ്തില്ലെങ്കിൽ ആ പൊടി ചേർക്കുമ്പോൾ അതിലേക്ക് ശരിയാവില്ല. പൊടിയുടെ ടേസ്റ്റായി മാറും കേട്ടോ. അതുകൊണ്ടാണ് ഇത് നമുക്കില്ലേ പൊടി ചേർക്കുമ്പോൾ ഇതിലേക്ക് അങ്ങ് മിക്സ് ചെയ്ത് ചേർക്കാം ഈ ചീനച്ചട്ടിയിലേക്ക്. അപ്പം പിന്നെ മൊത്തം ഇങ്ങനെ പോന്നോളൂ അതിൽ നിന്ന് കേട്ടോ. അപ്പം ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കണം. ഇതിലേക്ക് പഴത്തിലേക്ക് മധുരം ഒന്ന് പിടിച്ചു കിട്ടണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് പൊടികൾ എന്നാന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. നമുക്കൊരു കാര്യം ചെയ്താലോ എന്നാ, ഇത് ചൂടാറി കഴിയുമ്പോ ഇതിലേക്ക് പൊടികൾ ചേർത്ത് ഇത് വിട്ടേച്ച് മിക്സിങ് നടത്താം. അപ്പൊ പിന്നെ വേറെ പാത്രം എടുക്കണ്ടല്ലോ. ഞാൻ വൈകുന്നേരം ആകുമ്പോൾ മടിച്ചാട്ടോ പാത്രം കഴുകാനേ. വൈകുന്നേരം ആകുമ്പോഴത്തേക്കും പിന്നെ ഇനി ആക്ടിവിറ്റികളുണ്ട്. അപ്പൊ ഈ പാത്രം ആകുമ്പോൾ അതിലേക്ക് തന്നെ മൊത്തം ഇട്ടേച്ച് കഴുകിയെടുത്താൽ പോരെ. അപ്പൊ കഴുകി നീറ്റാക്കിയ പാത്രത്തിൽ ശർക്കര ഉരുക്കിയ പാത്രമെന്ന് മാത്രമേ ഉള്ളൂ. ഇതൊന്ന് മെൽറ്റ് ആവുമല്ല, ഇതൊന്ന് മിക്സ് ആവാനായിട്ടൊരു 5 മിനിറ്റ് ഇതിൽ ഒന്ന് യോജിപ്പിക്കണം കേട്ടോ. എന്നിട്ട് തണുത്ത് കഴിഞ്ഞിട്ട് പിന്നെ പൊടികൾ ചേർക്കാം. പൊടികൾ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെൽത്തി ആയിട്ടുള്ള പൊടി, അരിപ്പൊടിയല്ല, ഗോതമ്പ് പൊടിയല്ല, മൈദയല്ല, ഇതൊന്നുമല്ല, റാഗിപ്പൊടി. അപ്പയ്ക്കും ഇഷ്ടപ്പെടും റാഗി ആയതുകൊണ്ട്. ചെറുപ്പം പോലെ ഇതൊക്കെ അപ്പയ്ക്കും ഞാൻ പണ്ടൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ട്. റാഗിയുടെ അലുവ ഉണ്ടാക്കുമ്പോ ചോനാട്ടുപുല്ലെന്ന അമ്മച്ചിയൊക്കെ ഇവിടെ കൃഷി ചെയ്യുക ഏതാണ്ട് ചെയ്യുമായിരുന്നു, വല്യമ്മച്ചി അമ്മച്ചിയൊക്കെ. അപ്പൊ അതുകൊണ്ട് ഇഷ്ടം പോലെ ബാല്യം കഴിച്ചിട്ടുണ്ടെന്ന് പറയാറുണ്ട്. അന്നത്തെ കാലത്ത് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അല്ലേ കഴിക്കണത്, അല്ലാണ്ട് ഫാരക്സോ സെറിലാക്കോ ഒന്നും അല്ലല്ലോ. അന്ന് ഇതൊക്കെയാണ്. നമുക്കിത് എന്നാ ചെയ്യണ്ടേന്ന് അറിയാമോ? ഇതിന് ചൂടില്ല. അതിലേക്ക് ആക്കണം. നെയ്യുടെ ടേസ്റ്റ് ഉണ്ട്. അത് പിന്നെ വരുമല്ലോ. ഇത് ഇങ്ങനെയാണേലും തിന്ന നല്ലതാ, കോരി കഴിക്കാനല്ലേ. അവിടെ എന്നാ പിള്ളേ നെയ്യല്ലേ ഇച്ചിരി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിക്കേ. ഒരു പൊടിക്ക് മതി. നെയ്യുടെ പോഷൻ അതിൽ കിടക്കട്ടെ എന്ന് ഓർത്താട്ടോ. മതിയോ? മതി മതി മതി. ചെറിയ സ്പൂൺ എടുക്കണോ? വേണ്ട. ഇത് ചൂടാറണം. ചൂടുണ്ട് പൊടി മിക്സ് ചെയ്യാൻ. നോക്കട്ടെ. ചൂടില്ല. ഇല്ല, നല്ല രുചിയാ. അപ്പൊ ഇത് പൊടിയുടെ കൂടെ ചേരുമ്പോ നല്ലതായിരിക്കും എന്തായാലും. ഇനി നമുക്കിത് ഇതിലേക്ക് മെയിൻ ഇൻഗ്രീഡിയന്റ്. ഞാൻ ഇതിനകത്ത് മറ്റേ ഗോതമ്പ് പൊടി ഇടുന്നാ വിചാരിച്ചത്. റാഗിപ്പൊടി ഇടുന്നു ഞാൻ പ്രതീക്ഷിച്ചില്ല അല്ലേ. അപ്പൊ എല്ലാവർക്കും കഴിക്കാം. ചിലർക്ക് ഗോതമ്പ് പൊടി വയറിന് പിടിക്കാത്തതുണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ളവർക്കും അപ്പൊ ഇത് ട്രൈ ചെയ്യാം അല്ലെ. അതുകൊണ്ടായിരിക്കും ഇപ്പൊ കൊറേ പേര് റാഗി യൂസ് ചെയ്യുന്നത്. ആയിരിക്കും. അല്ല, വയറിന് ഒത്തിരി പ്രശ്നമുണ്ട് ഗോതമ്പ്. എനിക്ക് അടുപ്പിച്ച് ചപ്പാത്തി എന്നാ കൊള്ളൂല. എല്ലാവർക്കും ഇല്ല, ചിലർക്ക് കിട്ടും. വയറിന് പ്രശ്നമുണ്ട്. പണ്ടില്ലായിരുന്നു, ഇപ്പൊ എനിക്ക് പ്രശ്നമുണ്ട്. 2 ദിവസം അടുപ്പിച്ച് കഴിക്കാൻ പാടില്ല. ഇടയ്ക്കൊക്കെ ഒരു ദിവസം കഴിച്ചെന്നോർത്ത് കുഴപ്പമില്ല.
അടുപ്പിച്ച് കഴിച്ചാൽ എനിക്ക് പ്രശ്നമുണ്ട്. നമുക്ക് ഇച്ചിരി ഇടണം കേട്ടോ. അതെ ഇതിങ്ങനെ ഇച്ചിരി ഒരു മാവിൻ്റെ അവിൽ പുഴുങ്ങണല്ലേ ആ പാകം എടുക്കണം. കൃത്യം അങ്ങനെ അത് അറിയാം എല്ലാവർക്കും. അതങ്ങ് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ അത് മനസ്സിലാവും എങ്ങനെയാണെന്നുള്ളത്. പിന്നെ നമുക്കിത് മിക്സ് ചെയ്യണ കൂടെ ഇല്ലേ ഒരു സ്പൂൺ റവയും കൂടെ ഒരു ക്രിസ്പിനെസ്സിന് വേണ്ടി കടിക്കുമ്പോ. അപ്പം ഞാൻ റവ ഇരിക്കുന്നിടത്തുനിന്ന് എടുത്തോണ്ട് വരാം. റവ നോക്കട്ടെ, ഞാൻ പൊട്ടിച്ചിട്ടായിരുന്നു ഇവിടെ. ഒരു സ്പൂൺ മതി, അത് മതി. ഫോർ ദാറ്റ് കറുകറു മൊത്തം ഒരു മുറുക്കം. ഇപ്പം നമ്മൾ ആവശ്യത്തിന് റാഗിയും ചേർത്തിട്ടുണ്ട്, ഒരു സ്വല്പം റവയും ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ ഫോമിൽ പുഴുങ്ങാൻ പറ്റൂല്ലോ. അപ്പോൾ ഒരു സ്വല്പം ലിക്വിഡ് ഈ ഫോം ആക്കണം. അതിനെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പച്ചവെള്ളം എടുക്കണില്ല കേട്ടോ. ഫ്ലാസ്കിലിരിക്കണേ തിളപ്പിച്ചിട്ടില്ല, ചെറു ചൂട് ആ വെള്ളമാണ് ഞാൻ ഒഴിക്കണത്. കൂടുതൽ ചൂടുണ്ടെങ്കിൽ ഇപ്പം മാവ് വെന്ത് പോകും. ഇത് ചെറു ചൂടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഒരു ലിക്വിഡ് ഫോം ആക്കാൻ വേണ്ടി നമ്മൾ ശരിക്കും പറഞ്ഞാലില്ലേ വട്ടയപ്പൊക്കെ പുഴുങ്ങും പോലെ ഇത് ഏതാണ്ട് ഇതുപോലെയൊക്കെയാണ്. ഏതായാലും അപ്പച്ചമ്പിൽ പുഴുങ്ങിയെടുക്കുക പരിപാടി. അപ്പം അതെ ഒഴിച്ച് വെച്ച് നമുക്ക് മിക്സ് ചെയ്യാം. ഇച്ചിരി ഒഴിച്ച് നോക്കാം. എന്നിട്ട് പിന്നെ കൂടിപ്പോയാൽ പ്രശ്നം. കൂടിപ്പോയാൽ പിന്നെ പൊടി ചേർക്കേണ്ടി വരും. അപ്പം ചിലപ്പോൾ ഇതിൻ്റെ പാകം ശരിയാവില്ല. ഏത് പഴത്തിൻ്റെ പിന്നെ ഇപ്പം മാവ് കൂടുതലും പഴം കുറവുമൊക്കെ ആയിപ്പോവും. അതുകൊണ്ട് അത് വേണ്ട നമുക്ക്. അപ്പം നമ്മളൊരു ലിക്വിഡ് ഫോം ആക്കും. ആദ്യം സ്വല്പം വെള്ളം ഒഴിച്ചു, ആ വെള്ളം മതിയായില്ല. രണ്ടാമത് കുറച്ചുകൂടെ ചേർത്തു, അതും പോരായി ഉണ്ടെന്നാണ് തോന്നണ. കാരണം ഈ റാഗിപ്പൊടി ഉണങ്ങിയിരിക്കുന്ന പൊടിയല്ലേ, പൊടിയായിട്ട് നമ്മൾ മേടിച്ചേക്കണതാണ്. പിന്നെ റവയും ചേർക്കുമ്പോൾ അത് കുതിരൂല്ലേ. അപ്പം അതനുസരിച്ച് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം. അത് സൂക്ഷിച്ച് വെള്ളം ഒഴിച്ചില്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ കൂടുതൽ ലിക്വിഡ് ഫോം ആയിക്കഴിഞ്ഞാൽ പറ്റില്ല. ഇച്ചിരിയുടെ വെള്ളം വേണം, പുഴുങ്ങിയെടുക്കുമല്ലേ. അപ്പം കൂടുതൽ വെള്ളമായി കഴിഞ്ഞാൽ പിന്നെ ആകെ ഒരു ഇതായി പോവും. പിന്നെ പൊടിയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ മിക്സിങ് ശരിയാവില്ല. മധുരം ഉണ്ടല്ലോ, പിന്നെ ആ മധുരം മതി. നന്നായിട്ട് ആവി വന്നു. ഇനി നമ്മുടെ ബാറ്ററിന്റെ കൺസിസ്റ്റൻസി കാണിക്കാം. ഇതിപ്പോ എത്ര നേരം? കുറച്ചു നേരം, 10 മിനിറ്റ് നമ്മൾ വെച്ചു. കാരണം റവ ചേർക്കണോണ്ട് ഒന്ന് കുതിർത്തു വന്നാതെ, അല്ലെങ്കിൽ പിന്നെ അത് തീരെ ഇതായിട്ടിരുന്നാൽ പറ്റൂല. റവ എപ്പോഴും കുതിരൂല്ലേ. അപ്പൊ അത് കാരണം ഇനി നമുക്ക് ഞാനൊരു ചെറിയ തട്ട എടുത്തേക്കണത്, അതിൽ ഒഴിക്കാനുള്ളതേ ഉള്ളൂ. നെയ്യ് തൂത്തും ഇനി ഇതിൽ വെച്ചേച്ചങ്ങ് ഒഴിക്കാം. ബാക്കി ഉണ്ടെങ്കിൽ ഒരു കുഞ്ഞ് സോസറിൽ ചെയ്യാം. ഒഴിച്ചു നോക്കട്ടെ. ഇത് പൊങ്ങണ സാധനമല്ല കേട്ടോ. ഇതിൽ വട്ടയപ്പവും പുളിച്ചപ്പവും ഒക്കെ പോലെ നമ്മൾ പൊങ്ങാനായിട്ടൊന്നും ചേർത്തിട്ടില്ല. ഇന്നലെയാണോ പുളിച്ചപ്പം ഇത് വിട്ടത്? അത് ഡേറ്റ് ഒന്ന് പറഞ്ഞേ. ഇന്നലത്തെ നവംബർ 15 സാറ്റർഡേ ഇടട്ടെ, അല്ല ഒഴിക്കട്ടെ. ദേ തന്നെ അങ്ങ് പരന്നോളും. നല്ലതാന്ന് തോന്നണം. ഏതായാലും റാഗി ഏത്തപ്പഴമല്ലേ. അപ്പൊ നമുക്ക് വയറിന് നീ പറഞ്ഞ പോലെ ദൂഷ്യമില്ല. നമുക്കൊന്ന് തട്ടിക്കൊടുത്താൽ മതി. ഇപ്പൊ ശരിയായിക്കൊണ്ട് ലെവൽ ചെയ്യാൻ. തട്ടുണ്ടതേ നെയ്യ് അടിയില്ലേ. നെയ്യ് തൂകിയേച്ചാ നെയ്യോ ഓയിലോ എന്തെങ്കിലും തൂത്താൽ മതി കേട്ടോ. ഞാൻ നെയ്യങ്ങ് വെച്ചെന്നേ ഉള്ളൂ. ഞാൻ കൈ മാറ്റാം, എന്നിട്ട് പിടിച്ചു. ശരിക്കും ഇത് ശരിക്കും ഇങ്ങനെ പഴവും തേങ്ങാക്കൊത്തും ഉള്ളത് കൊണ്ടാട്ടോ അതിങ്ങനെ കൊത പോലെ ഇരിക്കുന്നത്. ഈ നൈസ് ഇതല്ലാതെ ഇരിക്കണം. വട്ടയപ്പത്തിന്റെ മാവാകുമ്പോൾ വളരെ നൈസായിരിക്കും. ഇതിപ്പോൾ ഇതായതുകൊണ്ടാണ്. കാരണം അറിയാലോ നിങ്ങൾക്ക്. പിന്നെ ഈ റവയും ചേർത്തിട്ടുണ്ട് റാഗിയുടെ കൂടെ. അപ്പം അതുകൊണ്ടാണ്. ഇനി തട്ടണ്ട, ലെവലായില്ലേ. തിക്നെസ് ഇച്ചിരി ഉണ്ട്, വിസ്തൃത അധികം ഇല്ല. കാരണം ഈ ചെറിയ പാത്രം വെച്ചത്, അത്രയ്ക്കുള്ള മാവേ ഇതേ ഉള്ളൂ, ബാറ്ററി ഇതിലുള്ളൂ. അതുകൊണ്ടാണ്. അപ്പം നമുക്ക് വെന്ത് കഴിയുമ്പോൾ നിങ്ങളെ കാണിക്കാം കേട്ടോ. ഞങ്ങൾ ആദ്യമായിട്ട് ഉണ്ടാക്കണതാണ്. ഏതായാലും എന്നാന്ന് പറയാം, കാണിക്കുകയും ചെയ്യാം, ടേസ്റ്റ് ചെയ്തിട്ട് അഭിപ്രായവും പറയാം. ഓക്കെ. അടച്ചോ, ഫുള്ളിൽ വെക്കണം. ഫ്ലെയിം ഫുള്ളിൽ വെക്കണം. ഇനി തകർന്ന് കഴിയുമ്പോൾ നമ്മൾ ഇഡലിയും അപ്പവും ഒക്കെ പുഴുങ്ങാൻ വെക്കും പോലെ, എത്തൊക്കെ എല്ലാം പുഴുങ്ങാൻ വെക്കുന്ന പോലെ വെള്ളം തികന്ന് വന്നു കഴിയുമ്പോൾ ഇതിലേക്ക് വെക്കുക കേട്ടോ. പിന്നെ അതിലിരുന്ന് വേവട്ടെ. ഓഫ് ചെയ്യുവാണേ. ദേ ഓ, നന്നായിട്ട് വെന്തിട്ടുണ്ടല്ലോ. ഞാൻ കുത്തി നോക്കിയായിരുന്നു. അത് നെയ്യാണ് മുകളിൽ, വെള്ളം പോലെ കിടക്കണ നെയ്യാട്ടോ, വേറെ ഒന്നുമല്ല. അടിയിൽ തൂത്ത നെയ്യാണത്. എവിടെ? ഒന്നുമില്ല അതിൽ കാണാൻ. അല്ല, അത് സ്റ്റിക്ക്. ടൂത്ത് പിക്ക് നീ മേടിച്ച ടൂത്ത് പിക്ക് ബർഗറിന്. തണുത്ത് കഴിഞ്ഞിട്ട് കട്ട് ചെയ്യണം. തണുത്ത് കഴിഞ്ഞിട്ട് കാണിക്കാം കേട്ടോ. ഓക്കെ, നമുക്ക് അതിൽ നിന്ന് മാറ്റി ഇങ്ങോട്ട് വെക്കാം തണുക്കാൻ വേണ്ടി. എന്നിട്ട് ഫുഡ് കവർ കൊണ്ട് അങ്ങ് മൂടിയേക്കാം. അപ്പൊ തണുത്തോളും. അപ്പൊ നമുക്കൊന്ന് കട്ട് ചെയ്യാം. നെയ്യാട്ടോ ഈ പനിച്ചിരിക്കുന്നതാ, വേറെ ഒന്നുമല്ല. ആദ്യം നമ്മൾ ഓൺ ചെയ്തപ്പോ അല്ല എന്ത് വീഡിയോ പിടിച്ചപ്പോ പറഞ്ഞിട്ടുണ്ട്. അതെ ഇവിടെ വെച്ചിട്ട് ചെയ്തോ? വെച്ചിട്ട് ചെയ്യാം.
കമത്തി ഇട്ടിട്ട് മുറിച്ചാൽ മതി. അതങ്ങനെ പോരാൻ ഇച്ചിരി പാടാം. ആണോ? ഇത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പുളിച്ച് പൊങ്ങാനൊന്നും ഇല്ലാത്തത് കൊണ്ട് അതുപോലെയുള്ള സോഫ്റ്റ്നെസ് ഒന്നും ഉണ്ടാവില്ല പൊങ്ങാത്തത് കൊണ്ട് കേട്ടോ. പക്ഷെ ആദ്യമായിട്ടാണ് ഞങ്ങൾ ചെയ്യണത്. എന്തായാലും നല്ലതായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ചെയ്തത്. ഏത്തപ്പഴവും റാഗിയും നെയ്യും ഒക്കെ അല്ലേ, ശർക്കരയൊക്കെ അല്ലേ. എന്തായാലും അപ്പം ഒരെണ്ണം ഒന്ന് എടുത്തു നോക്കാം, ചെറുതാക്കി കട്ട് ചെയ്യാം അല്ലേ. എടുക്കാൻ പാടല്ലെങ്കിൽ 2 പീസ് നാളെ എനിക്ക് തന്നു വിട്ടേ. പിന്നെ എന്നാ നല്ലതാ. അതെ, ബാക്ക് സൈഡ് ഒന്ന് കാണേ. ഇത് നെയ്യായിരിക്കണത്. അതെ, ഇതേ ഇങ്ങനെ ഒന്ന് ഒടിച്ചു നോക്കാം. തേങ്ങാക്കൊത്ത അതെ, അത് ഒന്ന് ഒടിച്ചു നോക്കട്ടെ കേട്ടോ. നല്ലതാ. അതെ, ഈ ഭാഗവും കാണിച്ചു. ഉണ്ടാക്കോ 2 പീസ്. കഴിച്ചോ? നല്ലാണോ? റാഗി വട്ടയപ്പത്തിന്റെ ഒരു രീതി, ഇതിലും ഏത്തപ്പഴം കൂടെ ചേർന്നിട്ടുണ്ടെന്ന് മാത്രം ആ വ്യത്യാസം. പിന്നെ മറ്റേതിൽ തേങ്ങ ചിരണ്ടിയാ ചേർക്കാറ്, ഇതിൽ തേങ്ങ കൊത്തായിട്ടേന്ന് മാത്രം. നല്ലതാ, നല്ല ഇഷ്ടപ്പെടും. നല്ല ഇതുണ്ട് കേട്ടോ. നല്ല അപ്പയ്ക്ക് ഇഷ്ടപ്പെടും. അപ്പയുടെ ഭാഗത്തിന് ഇച്ചിരി മധുരം കുറവാണെന്നുണ്ട്. പഴത്തിന്റെ മധുരം ഉണ്ട്. കണ്ടോ? നല്ല കേട്ടോ, നല്ല ഐറ്റാ. നല്ല ഇതാ ഞാൻ പറഞ്ഞില്ലേ, പിള്ളേർക്ക് സ്കൂളിലോട്ട് വരുമ്പോൾ വിളിച്ചിരിക്കുന്ന ഞാൻ പറഞ്ഞു നെയ്യാണ്, വേവാത്തതല്ല, കറക്റ്റ് വേവാണ്. 12 മിനിറ്റ് വെച്ച് എടുത്തു നമുക്ക്. അത് തിക്നെസ് ഡിപ്പെൻസ്. കൂടുതൽ തിക്കായിട്ട് വെക്കുവാണെങ്കിൽ ഇച്ചിരൂടെ സമയം വേണ്ടി വരും. ഇത് മറ്റുള്ളതുപോലെ പൊളിച്ച് പൊങ്ങൂല. പൊങ്ങിച്ചല്ല, നമ്മുടെ ചുരുണ ഇൻസ്റ്റൻ്റായിട്ട് ചുട്ടെടുക്കുവാണ് കേട്ടോ. പിന്നെ ഈ നെയ്യൊക്കെ ചേർക്കുന്നതുകൊണ്ട് പ്രത്യേക ഒരു സ്വാദുണ്ട്. ഇതേ കട്ട് ചെയ്ത് വെച്ചൊക്കെ എടുത്തോ. നല്ല ഡിഷാട്ടോ, എനിക്ക് വളരെ ഇഷ്ടമായി. ഞാനും ടേസ്റ്റ് ചെയ്ത് കാണിക്കാം. ടേസ്റ്റ് ചെയ്ത് കാണിച്ചു. അപ്പയ്ക്ക് ഇത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഞാൻ ഒരെണ്ണം ഇങ്ങനെ എടുത്ത് വെച്ചേക്കാം. മീതേട്ട എടുത്ത് വെക്കട്ടെ. വെച്ചോ. എന്നിട്ട് എടുത്തോട്ടോ. ഇതിവിടെ മീതെ വെച്ചേക്കാം. നീ നിന്റെ ഇങ്ങനെയെന്ന് വെച്ച് എടുത്ത് ടേസ്റ്റ് ചെയ്ത് അഭിപ്രായം പറഞ്ഞു. അത് നല്ല നാടൻപഴമല്ലേ, നല്ല മധുരവും. അത്രയും ശർക്കര കുറച്ചിട്ടിട്ടും അല്ലേ? അത്രയും ശർക്കര മതി. റാഗിപ്പൊടിയൊക്കെ ചേർത്തിട്ട് ഇങ്ങനെ ഒരു ഐറ്റം ഉണ്ടാക്കാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേ ഞാനിത് അത്ര വലിയ എക്സ്പെക്ടേഷൻ ഒന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ. കാരണം ഇതങ്ങനെ പൊങ്ങാനൊന്നും വെക്കുന്നൊന്നുമില്ലല്ലോ, ജസ്റ്റ് ചുമ്മാ ഇങ്ങനെ ചുട്ടെടുക്കല്ല ചെയ്യണേ. ആദ്യം ഗോതമ്പൊടി എന്നാവുന്ന ഞാൻ വിചാരിച്ചത്. പക്ഷെ റാഗിപ്പൊടി എന്നൊക്കെ ചേർക്കുമ്പോൾ അത് എങ്ങനെയാണോ ടേസ്റ്റ് എന്നൊക്കെ എനിക്ക് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. പക്ഷെ ഇത് മുറിച്ചിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ സത്യത്തിൽ ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ എക്സ്പെക്ടേഷനേ മാറിപ്പോയി. കണ്ടോ, എൻ്റെ പുറഭാഗമൊക്കെ നല്ല മിനുസായിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പൊങ്ങാൻ വെച്ചിട്ട് ചുടുന്ന അപ്പം പോലെ അത്ര സോഫ്റ്റ് ആയിരിക്കില്ല, എന്നാൽ ഒരുപാട് ഹാർഡും അല്ല. അങ്ങനത്തെ ഒരു ടെക്സ്ചറാണത് കേട്ടോ. നിങ്ങൾക്കത് കണ്ടപ്പോൾ ഏകദേശം പിടിയിട്ട് കാണുമല്ലോ. ഈ പിക്ചറിൽ കാണുന്ന അതേപോലെ തന്നെയാണ് അതുള്ളത് കേട്ടോ. അപ്പോൾ സംഭവം നല്ലായിരുന്നു, എനിക്ക് വളരെ ഇഷ്ടമായി. ഇപ്പോഴും എനിക്ക് അതിൻ്റെ ടേസ്റ്റ് നാവിലുണ്ട്. കഴിച്ചാൽ കൊള്ളാമെന്നൊക്കെ ഉണ്ട്. നല്ല പഴുത്ത ഏത്തപ്പഴം ആയതുകൊണ്ടേ അതിൻ്റെ ടേസ്റ്റൊക്കെ നന്നായിട്ട് മുന്നിട്ട് നിൽപ്പുണ്ടായിരുന്നു. ഗോതമ്പൊടി വെച്ച് ഉണ്ടാക്കുന്നതിനേക്കാളും എനിക്കിഷ്ടമായി.